ഇതിന് തെളിവുണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെയും പലപ്പോഴും തെളിവായി കൊണ്ടുവരുന്നത് ഏതെങ്കിലും ചില ആയത്തുകൾക്ക് സ്വന്തമായി വെക്കുന്ന ചില അർത്ഥങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. തെളിവുണ്ട് എന്ന് ആർക്കും എന്തിനും പറയാം. വ്യത്യസ്തമായ ആശയങ്ങൾ ലോകത്ത് പലരും കൊണ്ടുവന്നപ്പോൾ അവരെല്ലാം അതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടെന്ന് സ്ഥാപിക്കാനാണ്, ഹദീസുകളെ പിൻബലമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഏത് കാലത്തും പരിശ്രമിച്ചു പോന്നിട്ടുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബാണ് ഖലീഫയാകേണ്ടത് എന്ന് ഷിയാക്കൾ വാദിച്ചപ്പോൾ അവർ പോലും പറഞ്ഞത് അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്നായിരുന്നു. അവർ ഇങ്ങോട്ട് വ്യത്യസ്തമായ പിഴച്ച വാദങ്ങൾ ലോകത്ത് എവിടേക്ക് വന്നാലും അവിടെയെല്ലാം ആയത്തിന് പിൻബലമുണ്ടെന്ന് പറയാൻ, ഹദീസുകളുടെ പിൻബലമുണ്ടെന്ന് പറയാൻ അത്തരം ആളുകൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേവലം ആയത്ത് കൊണ്ട് മാത്രം ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. ആ ആയത്തുകൾക്ക് റബ്ബ് ഉദ്ദേശിച്ച അർത്ഥം അങ്ങനെ തന്നെയാണോ? നബി തങ്ങൾ പഠിപ്പിച്ച അർത്ഥം അങ്ങനെ തന്നെയാണോ? സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ച താബിഈങ്ങൾ മനസ്സിലാക്കിയ ആദ്യ തലമുറ ഏറ്റെടുത്തു പോന്ന ആശയം അങ്ങനെ തന്നെയാണോ? എങ്കിലാണ് ആ ആയത്ത് തെളിവായി മാറുന്നത്. അതിൽ നിന്നും മാറി ഏതായത്തും എന്തും പറയുന്ന വ്യത്യസ്തമായ തലത്തിലേക്ക്, വ്യത്യസ്തമായ ആശയങ്ങൾ സ്ഥാപിക്കുന്ന തലത്തിലേക്ക് ഇന്ന് പല ആളുകളും മാറി എന്നുള്ളത് നമ്മളെല്ലാം കാണുന്ന ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സംശയമില്ല. ഏതെല്ലാം വാദങ്ങൾ നമ്മുടെ നാട്ടിൽ പടച്ചവരോട് കിടപിടിക്കുന്ന ആളുകൾ പോലും അനല്ല, ഞാനാണ് അല്ല എന്ന് വാദിക്കുന്ന മനുഷ്യന്മാർ വരെ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ മതി എന്ന അവകാശവാദവുമായി വന്ന ആളുകൾ, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറാണ് എന്ന് സ്വയം വാദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ പറയുന്നത് ഇത് ഖുർആന്റെ അധ്യാപനമാണ് എന്നാണ്.